ഇന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം മുടീൻ്റെ അടിയിൽ നിന്ന് കുറച്ച് കളർ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞാൽ അപ്പടി ഫ്ലോപ്പായി പോയി. തുള്ളി കളർ പോലെ എൻ്റെ മുടിയിൽ ഞാൻ കാണുന്നില്ല കേട്ടോ. എവിടേക്ക് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രം. അപ്പം അതങ്ങനെ കൊളായി കിട്ടി. ഇന്ന് നമുക്ക് അളമാരയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സാറ്റർഡേ ആണ്, ലീവ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ കരുതി ഒന്ന് അളമാരയൊക്കെ വൃത്തിയാക്കാമെന്ന്. സാധാരണ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത സ്ഥലം എൻ്റെ അളമാരിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം എല്ലാ ഡ്രസ്സും പുറത്തേക്ക് ഇടും, അതേ സ്പീഡിൽ ഞാൻ അങ്ങനെ തന്നെ ഉരുട്ടി ഉള്ളിലോട്ടാക്കും. പിന്നെ ഇടയ്ക്ക് ടേബിളിൽ ക്ലീൻ ചെയ്യും. പിന്നെ 2-3 ദിവസം നന്നായിട്ട് കൊണ്ടെടുക്കും. അപ്പോൾ ഇതാണ് എൻ്റെ അളമാരൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഒക്കെ കുത്തി കുഴച്ചിട്ട് കേട്ടോ, നോക്കണ്ടതൊന്നും. ഞാനിത് വൃത്തിയാക്കി എടുക്കട്ടെ. മോണ്ടം കളിക്കണം തിരക്കിലൊക്കെയാണ്. അപ്പോഴൊക്കെ നീറ്റാക്കി നല്ല ഒതുക്കി വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാനേ കുറേ മുന്നേ സ്മൂത്തനും ഹെയർ കളറിങ്ങും അങ്ങനെയൊക്കെ മുടിയിൽ പരീക്ഷിക്കുന്ന ഒരാളാട്ടോ. ഞാൻ കുറേ ചെയ്തിട്ട് പക്ഷെ എനിക്ക് മുടി കുറേ കൊഴിഞ്ഞു പോവുക അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയൊരു പണി എന്താ വെച്ചാൽ, ഈ സ്മൂത്തനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്രീമില്ലേ, അതിൻ്റെ സ്മെല്ല് പറ്റാതെ, അതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമോ അങ്ങനെ എന്തൊക്കെയോ. അങ്ങനെ ഞാനൊരു തവണ ഇതേപോലെ ചെയ്യാൻ പോയിട്ടോ. ചെയ്യാൻ പോയപ്പോൾ അവർ ക്രീം തലയിൽ തേച്ച് തുടങ്ങിയപ്പോൾ ഞാൻ പ്ലീസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഒന്നാമത് നമ്മളെ മലയാളീസ് ആവില്ലല്ലോ അധികം ചെയ്യുന്നതൊക്കെ. പ്ലീസ് സ്റ്റോപ്പ് എന്നിട്ട് വേഗം ഓരോട് പറഞ്ഞേ മതി കേട്ടാ നീ ചെയ്യില്ലേ എന്നുള്ള ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ്. അപ്പം അങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നല്ല എസ്കേപ്പായി. അതിനുശേഷം എൻ്റെ മുടി ഇതിൻ്റെ ഒറിജിനൽ മുടിയാട്ടോ, ഒറിജിനലാണ്. ഇത് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഭയങ്കര ഡ്രൈ എൻ്റെ ഹെയർ, അതാണ് ഞാൻ ചെയ്യാൻ മെയിൻ കാരണം കേട്ടോ. പിന്നെ അതിൻ്റെ മുടീൻ്റെ മുകളിൽ ആ ക്രീം തൊടാനേ പോയിട്ടില്ല. ഇപ്പം ഞാൻ കളർ ചെയ്യാൻ കുറച്ച് ക്രീം തേച്ചപ്പോൾ തന്നെ എനിക്കത് ഇതാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറേ നേരം വെക്കാത്തതിനെ കൊണ്ടാണ് മീൻസ് ആ കളർ ഹെയറിൽ പിടിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. വേഗം കഴുകി കളഞ്ഞ്. അപ്പം അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഈ കളർ ചെയ്യുന്ന ചിലർക്ക് മുടി നന്നായിട്ട് കളറല്ല, സ്മൂത്ത് ആൻഡ് സ്ട്രൈറ്റനിങ് ഇപ്പം കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലേ. ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് സൂക്ഷിച്ച് അങ്ങനെ ചെയ്യാട്ടോ. ഈ അടുപ്പിച്ച് ചെയ്യുന്നവരൊക്കെ മീൻസ് ഇത്ര മാസം കഴിഞ്ഞ് പിന്നെയും മുടി വളരുന്ന സമയത്ത് പിന്നെയും പോയി ചെയ്യില്ലേ, ഉള്ളവർക്ക് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വേഗം നമ്മുടെ അലമാര ക്ലീൻ ചെയ്യാം. മോണ്ടിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മോണ്ടിൻ്റെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഫുൾ കളിയിലാണ്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് വലിയ ഒന്നുമില്ല. പക്ഷെ ലീവുള്ള ദിവസം എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അതാണ് വേറെ പ്രശ്നം. ഒന്നാമത് ഈ അലമാരൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലേ നല്ല വൃത്തിയിലൊക്കെ മടക്കിയൊക്കെ വെക്കും കേട്ടോ. 2-3 ദിവസമൊക്കെ നല്ലോണം വൃത്തിയിലെടുക്കും. 3-ാമത്തെ ദിവസം ഒരു ഉണ്ടക്കെട്ടായിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിലേക്കും വെക്കുക. അതാണ് ഒരു പ്രശ്നം. എത്ര വൃത്തിയാക്കിയാലും അവസാനം ഇങ്ങനത്തന്നെയൊക്കെ ഉണ്ടാവുക. നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തന്നെയൊക്കെയാണോ? ഒക്കെ ഇടണമെന്നൊക്കെ കരുതും, പക്ഷെ ഒക്കെ എല്ലാത്തിൻ്റെ ഉള്ളിലായി കിടക്കും. അപ്പം പോകുന്ന സമയത്ത് എന്നും ഇടുന്ന സാധനം തന്നെ ആയിരിക്കും പിന്നെയും പോകുമ്പോൾ ഇടുക. ഈ ഉള്ളിൽ കിടക്കുന്ന സാധനം അങ്ങനെ തന്നെ നിൽക്കും. കളർ കാണുന്നുണ്ട് ലൈറ്റ് ഇട്ട്. ഒറ്റൊരു ഹെയർ മാത്രം നടന്നു, ഈ ഒരു മുടി മാത്രം കുറച്ച് എവിടെ. ചെറിയൊരു കോംപ്രമൈസിന് പോയതാട്ടോ. മോണ്ടനും ഫ്രണ്ട്സും തമ്മിൽ ചെറിയൊരു, അതുപോലെ ചെറുപ്പത്തിലുള്ളതാണല്ലോ, അപ്പോൾ അതിൻ്റെ കോംപ്രമൈസൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടക്കിപ്പെറുക്കിയുള്ള എന്തേലും പറയാം, അടക്കിപ്പെറുക്കി വെക്കലൊക്കെ കഴിഞ്ഞു. വലിയ ക്ലീനൊന്നും ആയിട്ടില്ല, എന്തായാലും കൊളാവാളാന്ന് എനിക്കറിയാം. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. എൻ്റെ കണ്ണും ഒക്കെ കരിവാളിച്ചിട്ടുണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എപ്പോഴും പറയുന്നതാണ്. ബൈ ഫ്രം നീതു അനക്ക്.